അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച വന്നാൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സൂറത്ത് തന്നെ വായിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചത് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് 2 ജുമുഅയ്ക്കിടയിൽ ഒരു നൂർ അഥവാ ആത്മീയ പ്രകാശം ലഭിക്കും എന്നാണ്. അതായത് ഒരു ആഴ്ച മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശവും സംരക്ഷണവും നമ്മോടൊപ്പം ഉണ്ടാകും. നബി തിരുമേനിയുടെ മക്ക ജീവിതകാലത്ത് അവതരിച്ച ഈ അദ്ധ്യായത്തിൽ 110 വചനങ്ങളുണ്ട്. 9 മുതൽ 25 വരെ വചനങ്ങളിൽ ഗുഹാവാസികളുടെ സംഭവകഥ വിവരിക്കുന്നതാണ് അദ്ധ്യായ നാമത്തിന് അടിസ്ഥാനം. ഗുഹാവാസികളുടെ സംഭവ വിവരണം കൂടാതെ ദുൽഖർനൈൻ എന്ന ചരിത്ര പുരുഷൻ്റെ സംഭവ കഥയും മൂസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജ്ഞാനം നൽകിയ ഒരു മഹാപുരുഷനോടൊപ്പം നടത്തിയ യാത്രയുടെ വിവരണവും ഈ അദ്ധ്യായത്തിലെ പ്രധാന ഭാഗങ്ങളാണ്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് ഇസ്ലാമിൽ ഒരു സുന്നത്ത് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്ത പ്രവൃത്തി ആയി കണക്കാക്കപ്പെടുന്നു. ഇതിനു പിന്നിൽ ചില പ്രധാന കാരണങ്ങളും ഹദീസ് അടിസ്ഥാനങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് വായിക്കുന്നവന് 2 ജുമുഅയ്ക്കിടയിൽ ഒരു നൂർ ലഭിക്കുന്നു. അതായത് ഒരാഴ്ച മുഴുവൻ ആത്മീയ മാർഗനിർദ്ദേശവും സംരക്ഷണവും ലഭിക്കും. ഹദീസുകളിൽ പറയുന്നു, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 10 അല്ലെങ്കിൽ അവസാന 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയവർ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് വിശ്വാസം ശക്തമാക്കുന്ന സൂറത്ത് എന്ന നിലയിൽ ഇത് പ്രത്യേകതയുള്ളത്. ഈ സൂറത്ത് മനുഷ്യരുടെ ജീവിതത്തിലെ പ്രധാന പരീക്ഷണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈമാനിൻ്റെ, സമ്പത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, ശക്തിയുടെ. അതായത് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗുഹയിലെ യുവാക്കളെക്കുറിച്ചുള്ളത്, വെൽത്ത് എന്ന് പറയുന്നത് 2 തോട്ടങ്ങളുടെ കഥ, നോളജ് എന്ന് പറയുന്നത് മൂസ അലൈഹി വസല്ലമയുടെ, പവർ എന്ന് പറയുന്നത് ദുൽഖർനൈൻ്റേത്. വെള്ളിയാഴ്ച വായിക്കുന്നത് ആഴ്ചതോറുമുള്ള ആത്മപരിശോധനയാണ്. വെള്ളിയാഴ്ച അഥവാ ജുമുഅ ദിവസം മുസ്ലിങ്ങൾക്ക് ഏറ്റവും മഹത്തായ ദിവസമാണ്. അതിനാൽ ഖുർആൻ പാരായണം ചെയ്യുക, ദുആ ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക ഇവ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതിൽ പ്രധാനമാണ് സൂറത്തുൽ കഹ്ഫ്. വ്യാഴാഴ്ച സൂര്യാസ്തമനം മുതൽ വെള്ളിയാഴ്ച സൂര്യാസ്തമനം വരെ, അതായത് വെള്ളിയാഴ്ച ജുമുഅ ദിവസം മുഴുവൻ.